നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർ ഒന്ന് കരുതിയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതൊരു ഞെട്ടിക്കുന്ന ജ്യോതിഷ പ്രവചനമാണ്. ഇവിടെ പറയുന്ന 13 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും നിങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് വളരെ ദുഃഖവാർത്തയായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും ജ്യോതിശാസ്ത്രപ്രകാരം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഓരോന്നാണ്. ഈ ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ കൊണ്ടുവരുവാനുള്ള സാധ്യതകളുണ്ട്. അപ്രകാരം ഇവിടെ പറയുന്ന 13 നക്ഷത്ര ജാതകർക്കും അവരുടെ സ്വഭാവത്തിലെ ചില പ്രത്യേകതകൾ കൊണ്ട് വരും സമയങ്ങളിൽ ഒരു ദുഃഖവാർത്ത ശ്രവിക്കുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലായിരിക്കും. ചില ഭാഗ്യങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് നിങ്ങളുടെ കൈവിട്ട് പോകുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളുമാണ് ഇതിന് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുന്ന പല സാഹചര്യങ്ങളെയും നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് നിങ്ങൾക്ക് കൈവിട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കൂട്ടർ ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ സംസാര ശൈലിയിൽ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. നിങ്ങളുടെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ കൊണ്ട് അല്ലെങ്കിൽ അമിത ദേഷ്യം കൊണ്ട് നിങ്ങൾക്ക് വലിയ ഭാഗ്യങ്ങളും വലിയ അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കൈവിട്ട് പോകുവാൻ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 13 നക്ഷത്ര ജാതകർക്കും ഇനിയുള്ള സമയങ്ങളിൽ നല്ല സമയമാണ് തെളിഞ്ഞു നിൽക്കുന്നത്. ആ സമയം നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് നിങ്ങളുടെ ഭാഗ്യത്തെ നിർഭാഗ്യമാക്കി മാറ്റാൻ കാരണം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു സമയമാണ്. ക്ഷമയ്ക്ക് ക്ഷമ വേണം, സൽപ്രവൃത്തികൾക്ക് സൽപ്രവൃത്തികൾ വേണം. ഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷയോടു കൂടി വേണം നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നിങ്ങളുടെ ഭാഗ്യത്തെ തട്ടിക്കളയുന്ന ഒരു സാഹചര്യങ്ങളും നിങ്ങളുടെ നിലവിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഇടവരാതിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബൈശ്വര്യങ്ങളും വന്നു ചേരുവാൻ കാരണമാകുന്നൊരു സമയമാണ്. അതുകൊണ്ട് ക്ഷമയോടെ നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് വലിയ ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളുമാണ്. അത് നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടൊരു കാരണവശാലും നിങ്ങൾ തട്ടിക്കളയാതിരിക്കുക. എന്ത് തന്നെയാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക. ഉറപ്പായും നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുവാൻ കഴിയാത്ത വ്യക്തികളാണ്, ചിലപ്പോൾ വിദേശത്താകാം, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുവാൻ കഴിയാത്ത രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീട്ടിൽ നല്ല വൃത്തിയാക്കി വിളക്ക് തെളിയിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈശ്വര ചൈതന്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതോടുകൂടി തന്നെ ഭാഗ്യങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും നിർഭാഗ്യങ്ങൾ നമ്മളിൽ നിന്നും വിട്ടൊഴിയുകയും ചെയ്യുന്നതാണ്. നിർഭാഗ്യം നമ്മളിൽ നിന്ന് വിട്ടൊഴിയണമെങ്കിൽ ഈശ്വരൻ്റെ ചൈതന്യങ്ങളും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഭാഗ്യവും അല്ലെങ്കിൽ ഭാഗ്യം വന്നു ചേരുമ്പോൾ നമ്മൾ ആ ഭാഗ്യത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈശ്വരനെ പൂർണ്ണമായും വിശ്വസിക്കുകയും ഈശ്വര കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. എന്ത് തന്നെയാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ അവരുടെ സ്വഭാവ ദോഷം കൊണ്ട് ഒരു പക്ഷേ ദുഃഖം വിളിച്ചു വരുത്തുവാൻ സാധ്യതയുള്ള ആ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അശ്വതി, ഭരണി, മകീരം, തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് വളരെ നല്ലൊരു അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങളാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് അത് നഷ്ടപ്പെടുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവാതിരിക്കുക. ഇപ്പോൾ ഒരു നല്ല വിവാഹാലോചന ജീവിതത്തിൽ നടക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങളുടെ നാവുപിഴ കൊണ്ട് അത് മുടങ്ങിപ്പോകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പെരുമാറ്റങ്ങളും മറ്റുള്ളവരെ തരം താഴ്ത്തിയ രീതിയിലുള്ള സംസാര ശൈലികളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറപ്പായും മാറ്റിവെക്കുക. അത് ഓരോ വ്യക്തികൾക്ക് മാത്രമേ അറിയുകയുള്ളൂ നിങ്ങളുടെ പ്രവൃത്തി ദോഷത്തെക്കുറിച്ച്. അത് കണ്ടറിഞ്ഞ് നിങ്ങൾ അതിനൊന്നു അയവുണ്ടാക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് സംരംഭങ്ങൾ എടുക്കുമ്പോൾ ആ ബിസിനസ് സംരംഭങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന സമയങ്ങളിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം നിങ്ങളൊരു പക്ഷേ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവരാം. ആത്മവിശ്വാസത്തെയും കാട്ടി കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ഒന്ന് ചിന്തിക്കുക, മനസ്സിരുത്തി ഹോംവർക്കുകൾ ചെയ്യുക. അങ്ങനെ ഇപ്പോൾ ഉള്ളപ്പോൾ നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ കഴിയുന്നതായിരിക്കും. അങ്ങനെ ഓവർ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ശ്രദ്ധ നഷ്ടപ്പെടുകയും അതിൽ നിന്നും സാമ്പത്തിക നഷ്ടങ്ങൾ കൊണ്ടുവരുവാനും ചിലപ്പോൾ നിങ്ങൾക്ക് ഇടവരുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് പുണർദം, ആയില്യം, മകം, പൂരം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് വരുന്ന സമയങ്ങളിൽ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് വളരെയേറെ ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു സമയമാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വ്യക്തി കൊണ്ടുവന്ന് ലോട്ടറി വെച്ച് നീട്ടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറാതെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളതിനെ എടുക്കുക. അപ്പോൾ വലിയ സാമ്പത്തിക നഷ്ടങ്ങളില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്ന് വെച്ച് ലോട്ടറി നിങ്ങൾ എടുക്കണമെന്നല്ല അതിനർത്ഥം. നിങ്ങൾ ആരെയും മനസ്സുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം മനസ്സുകൊണ്ട് വേദനിപ്പിച്ച് അദ്ദേഹത്തെ കളിയാക്കി വിടുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വരേണ്ട മഹാഭാഗ്യത്തെ ആയിരിക്കാം നിങ്ങൾ കളിയാക്കി വിടുന്നത്. അങ്ങനെ ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും വളരെ കൂടുതലാണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ. അതുപോലെ തന്നെ നല്ലൊരു തൊഴിലവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോഴും അമിത വിശ്വാസവും അമിതമായിട്ടുള്ള സംസാര ശൈലികളും നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖത്തിലേക്ക് അഴുത്തുവാനുള്ള സാധ്യതകളുണ്ട്. ചില പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യങ്ങളിൽ നിങ്ങളുടെ അമിതമായിട്ടുള്ള വിശ്വാസങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുമായുള്ള വാഗ്വാദങ്ങളിൽ ചില പ്രശ്നങ്ങൾ രൂക്ഷമാകുവാനുമുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സമയമാണ് ഈ നക്ഷത്ര ജാതകർ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ ഒരു കാലഘട്ടത്തെ വേണ്ട വിധം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തത് അനിഴം, തൃക്കേട്ട, മൂലം, അവിട്ടം, രേവതി നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകരും വളരെയേറെ ശ്രദ്ധയോടുകൂടി ഈ സമയത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. നിങ്ങളുടെ മഹാഭാഗ്യത്തെ പ്രവൃത്തി ദോഷം കൊണ്ടൊരിക്കലും ഇതിനെ നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു സമയമാണ്. ആ സമയത്തെ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ക്ഷേത്ര ദർശനങ്ങൾ നടത്തി പ്രാർത്ഥിക്കുക. മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്ന സർവേശ്വരൻ്റെ മുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. കുടുംബദേവി ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക. ഇത് നടത്തുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ നിർഭാഗ്യങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ നിർഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടൊഴിയുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഉറപ്പായും ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നക്ഷത്ര ജാതകർ നിങ്ങളെ നിർഭാഗ്യം പിന്തുടരുവാനുള്ള സാധ്യതകളുണ്ട്. ഭാഗ്യവും നിർഭാഗ്യവും ഒരേ തുലാസിൽ വരുന്ന സമയമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിർഭാഗ്യത്തെ പുറന്തള്ളി ഭാഗ്യത്തെ ജീവിതത്തിലേക്ക് എടുക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിരിക്കണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ അത് നിങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന കാര്യങ്ങളാണ്. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഈശ്വരനോടൊപ്പമായി നിങ്ങൾക്ക് നല്ല ഭാഗ്യങ്ങൾ തെളിയിച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ഇതൊരു ജ്യോതിഷ പ്രവചനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാം. എന്നിരുന്നാലും നല്ലത് നടക്കുവാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും.